ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് 2021 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 6ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. 2019 നടന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിൽവികൾച്ചർ ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് റിവർ, മൗണ്ടെയ്ൻസ്, ഫോറസ്റ്റ്, ബാക്ക് വാട്ടർ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഫോറസ്റ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ നമ്മൾ ഇതിനു മുമ്പ് ടേൺ ടു ലേണിൻ്റെ PSC ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു ഇമേജാണ്. സെറികൾച്ചർ ഈസ് റിലേറ്റഡ് ടു പട്ടുനൂൽ പുഴുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എപ്പികൾച്ചർ തേനീച്ച, പിസികൾച്ചർ മത്സ്യം, വിറ്റികൾച്ചർ മുന്തിരി, ക്യൂണിക്കൾച്ചർ മുയൽ, ഒലേറികൾച്ചർ പച്ചക്കറി, ഓക്കെ. വേറികൾച്ചർ മരപരിപാലനം, മാരികൾച്ചർ കടൽ മത്സ്യം, എവികൾച്ചർ പക്ഷി, വേർമികൾച്ചർ മണ്ണിര, ടിഷ്യൂ കൾച്ചർ മൂലകോശത്തിൽ നിന്നും പുതിയ സസ്യത്തെ വേർതിരിച്ചെടുക്കുന്നതാണ്. ദെൻ സിൽവികൾച്ചർ വനവിഭവം, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഹോർട്ടിക്കൾച്ചർ തോട്ടകൃഷിയാണ്. മോറികൾച്ചർ മൾബറി. ഇത് അറിഞ്ഞിരിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ചോദ്യം ഈ വീഡിയോയിലെ വിച്ച് ഓഫ് ദ ഗിവൺ പായസ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഗള്ളി ക്രിക്കറ്റ്, കാഡി റാഗ്ബി, ജോക്കി ഹോസ്, ബുള്ളി ഹോക്കി. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഓപ്ഷനാണ്. ക്രിക്കറ്റൊക്കെ കാണുന്നവർക്ക് അറിയാം. ഗള്ളി ഈസ് റിലേറ്റഡ് ടു ക്രിക്കറ്റ്. ഓപ്ഷൻ 1 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1 ശരിയായതുകൊണ്ട് ബി എന്നുള്ളത് ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. കാഡി, ജോക്കി, ബുള്ളി. ഓക്കെ, ഇതിൻ്റെ ആൻസർ 1, 3 and 4 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഗള്ളി ഈസ് ഫീൽഡിംഗ് പൊസിഷൻ ഇൻ ദ ക്രിക്കറ്റ് ഓൺ ദ ഓഫ് സൈഡ് ബിറ്റ്വീൻ പോയിൻ്റ് ആൻഡ് സ്ലിപ്പ്. പോയിൻറ്റിനും സ്ലിപ്പിനും ഇടയിലുള്ള ഭാഗത്തെയാണ്, ഓഫ് സൈഡിലുള്ള ഭാഗത്തെയാണ് ഗള്ളി എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ. ദെൻ കാഡി, അത് ഓപ്ഷൻ തന്നിട്ടുള്ള റഗ്ബി ആയിരുന്നു, റഗ്ബിയിൽ പെട്ടതല്ല. ദെൻ ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ട കാഡി ഇസ് ദ പേഴ്സൺ ഹൂ ക്യാരീസ് ദ പ്ലേയേഴ്സ് ബാഗ് ആൻഡ് ക്ലബ്സ്. ആ ഗോൾഫ് പ്ലേയേഴ്സിൻ്റെ ബാഗും മറ്റു സാധനങ്ങളും ക്യാരി ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് കാഡി. ഗീവ്സ് ദ പ്ലേയേഴ്സ് അഡ്വൈസ് ആൻഡ് മോറൽ സപ്പോർട്ട്. അദ്ദേഹം വേണ്ട അഡ്വൈസും അതുപോലെ തന്നെ മോറൽ സപ്പോർട്ടും നൽകുന്ന ആളാണ് കാഡി എന്ന് പറയുന്നത്. ദെൻ ജോക്കി ഇസ് സമ്മൺ ഹൂ റൈഡ് ഹോഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹോഴ്സ് റൈഡിങ്ങുമായിട്ട് റിലേറ്റഡ് ചെയ്യപ്പെട്ട ആളാണ്. ദ വേർഡ് ആൾസോ അപ്ലൈസ് ടു ദ ക്യാമൽ റൈഡേഴ്സ് ആൻഡ് ക്യാമൽ റൈസിങ്. ക്യാമൽ റൈസിങ്ങിനും ഇതുപോലെ തന്നെ ജോക്കി പറയുന്നുണ്ട്, ജോക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, then the term bully is related to field of ഹോക്കിയുമായിട്ട് റിലേറ്റഡ് ഇതാണ് ബുള്ളി എന്നുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു സെറ്റ് പ്ലേ ദാറ്റ് യൂസ്ഡ് റീസ്റ്റാർട്ട് ദ ഗെയിം. ഓക്കെ, ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ളതാണ്. സിമിലർ ടു ഡ്രോപ്പ് ബോൾ ഇൻ സോക്കർ. നമ്മൾ സോക്കറിലൊക്കെ ഫുട്ബോളിലൊക്കെ ബോൾ ഓൺ ടച്ച് എന്നൊക്കെ പോലെ തന്നെ ബുള്ളി എന്നാണ് ഇതിന് പറയുന്നത്. 2 ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് സ്റ്റാൻഡ് ഫേസിങ് each other and tap each other's stick on the ground 3 times. All other players must be at least 16 feet away until the ball goes into play. ഓക്കെ, ഇതാണ് ബുള്ളി എന്നുള്ള പദം കൊണ്ട് റെഫർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോ വുമൻ ക്യാൻ ബി അറസ്റ്റഡ് ബിഫോർ 6 AM ആൻഡ് ആഫ്റ്റർ 6 PM. അല്ലേ, പ്രത്യേക സാഹചര്യമല്ലാതെ ഒരു സ്ത്രീയെ 6 മണിക്ക് മുമ്പായിട്ടും 6 മണിക്ക് ശേഷം, രാവിലെ 6 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ച് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അത് ഏത് CRPC സെക്ഷനുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. CRPC സെക്ഷൻ 46(4) ഇത്തരത്തിലുള്ള സ്ത്രീകളെ പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ച് രാവിലെ 6 മണിക്ക് മുമ്പായിട്ടോ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. ദെൻ ബാക്കി വന്നിട്ടുള്ള CRPC സെക്ഷൻ എന്തുമായിട്ട് റിലേറ്റഡ് ആയതാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ,
സെക്ഷൻ 50 അതിൻ്റെ CRPC ചാപ്റ്റർ 5 പറയുന്നതാണ്. ചാപ്റ്റർ 5 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ കാരണം ജാമ്യത്തിനുള്ള അവകാശം അറിയാൻ അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് CRPC സെക്ഷൻ 50 പറയുന്നത്. അതായത് നോൺ ബെയിലബിൾ ഒഫൻസിനാണെങ്കിൽ അത്തരത്തിലുള്ള നിർബന്ധമൊന്നുമില്ല. ബെയിലബിൾ ആയിട്ടുള്ള ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ഉള്ളതാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണവും അതിന് ജാമ്യത്തിലുള്ള അവകാശം അറിയിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. CRPC സെക്ഷൻ 150 മറ്റൊരു ഓപ്ഷന്. അധ്യായം 13 CRPC ചാപ്റ്റർ 13 മറ്റ് കുറ്റകൃത്യങ്ങളുമായി ബന്ധം കാരണം പ്രവൃത്തി കുറ്റകരമാകുന്ന വിചാരണ സ്ഥലം. ഓക്കെ, അതായത് ഒന്നിലധികം കുറ്റകൃത്യങ്ങളുമായിട്ട് ആ പ്രതിക്ക് ബന്ധമുണ്ടെങ്കിൽ കുറ്റവിചാരണമാകുന്ന സ്ഥലത്ത് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് CRPC സെക്ഷൻ 180 എന്നുള്ളത്. CRPC അധ്യായം 12 CRPC സെക്ഷൻ 160 സാക്ഷിയുടെ ഹാജർ ആവശ്യപ്പെടാനുള്ള പോലീസ് ഓഫീസറുടെ അധികാരം. ഇതാണ് ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ സ്ത്രീകളെ നമുക്ക് വന്നിട്ടുള്ളത് സ്ത്രീകളെ രാവിലെ 6 മണിക്ക് മുമ്പായിട്ടോ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ പ്രത്യേക സാഹചര്യം വഹിച്ച് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് CRPC സെക്ഷൻ 46(4). ദെൻ അടുത്ത ചോദ്യം, the RBI issue currency notes under the Federal Reserve System, maximum fiduciary system, fixed minimum reserve system, monetary benefit system. ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ, RBI കറൻസി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കരുതൽ എമൗണ്ട് ആയിട്ടുള്ള ഫിക്സ്ഡ് മിനിമം റിസർവ് സിസ്റ്റം ആയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കണം എന്നുള്ളതാണ്. അതിനുള്ള എക്സ്പ്ലനേഷനാണ് ടു മെയിൻറ്റെയിൻ ദ അഡ്വക്കേറ്റ് സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കോണമി RBI പ്രിൻറ്റ് ദ മണി ആസ് പെർ ദ മിനിമം റിസർവ് സിസ്റ്റം. മിനിമം റിസർവ് സിസ്റ്റം ആയിട്ടാണ് RBI എക്കോണമിയിൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് മണി പമ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അണ്ടർ ദ മിനിമം റിസർവ് സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ MRSൽ ദ RBI ഹാസ് ടു കീപ്പ് മിനിമം റിസർവ് ഓഫ് 200 crore of comprising gold coin, gold bullion and foreign currency. 200 കോടി രൂപയുടെ ഒരു റിസർവ് കറൻസി എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള കണക്ക് പറയുന്നുണ്ട്. ഈ 200 കോടിയിൽ 115 കോടി ഗോൾഡ് കോയിൻ്റെയും ഗോൾഡ് ബില്ലിൻ്റെയും അതുപോലെ തന്നെ റെസ്റ്റ് ഫോമിസ് ഫോറിൻ കറൻസിയുമായിട്ട് അത് നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫെഡറൽ നമ്മുടെ മിനിമം റിസർവ് സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ ദ ബ്ലഡ് പ്രഷർ ഇൻ ദ ഹ്യൂമൻ ഈസ് കണക്റ്റഡ് വിത്ത് ദ ഗ്ലാൻഡ്. ഓപ്ഷൻ C ആണ്, അഡ്രീനൽ ഗ്രന്ഥിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അഡ്രീനൽ ഗ്രന്ഥിയുടെ സ്ഥാനം ഇമേജിൽ നോക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ലിസ്റ്റ് വിത്ത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നുള്ളതാണ്. ഇതിൽ ചില ഓപ്ഷൻസുകൾ കൺഫ്യൂഷനാണ്, തെറ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. നമുക്ക് നോക്കാം ഇത് ഓപ്പറേഷൻ കരുണ എന്താണെന്നുള്ളത്. കരുണ ഇന്ത്യൻ എയർഫോഴ്സ് കേരള ഫ്ലഡിൻ്റെ സമയത്ത് 2018 ഫ്ലഡിൻ്റെ സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷന് പറയുന്ന പേരായിരുന്നു. ദെൻ മദത്, ഓപ്പറേഷൻ മദതും ഇന്ത്യൻ നേവി 2018 ഫ്ലഡിൻ്റെ സമയത്ത് റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇന്ത്യൻ നേവിയുടേതാണ്. ഇന്ത്യൻ ആർമിയുടേതായിരുന്നു സഹയോഗ് എന്നുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇടുക്കി. ഓക്കെ, ലാൻഡ് സ്ലൈഡും അതുപോലെ തന്നെ ഫ്ലഡും വന്നതുകൊണ്ട് ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. ദെൻ അടുത്ത ഓപ്ഷനായി തന്നിട്ടുണ്ടായിരുന്നത് സഹായത, ഓപ്പറേഷൻ സഹായത എന്നുള്ളതായിരുന്നു. 2019 ഇന്ത്യൻ നേവി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതായത് ഹ്യൂമനിറ്റേറിയൻ അസിസ്റ്റൻറ്റ് ഡിസാസ്റ്റർ റിലീഫ് പ്രകാരം അല്ലേ, സൈക്ലോണ് മൊസാംബിക്കിൽ ഉണ്ടായിട്ടുള്ള സൈക്ലോനെ ഇന്ത്യ സഹായിച്ചിട്ടുള്ള ഉദ്യമത്തിന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ സഹായത എന്നുള്ളത്. 2019 അപ്പോൾ ഈ ഓപ്ഷനുമായി റിലേറ്റഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതിലില്ല. CRPF എന്നാണ് കൊടുത്തിട്ടുള്ളത് 4ാമത്തെ ഓപ്ഷൻ.
അത് ഈ നമുക്ക് തന്നിട്ട് ലിസ്റ്റ് 1 വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കൺഫ്യൂഷനിങ് ആണ്. അപ്പോൾ ഇത് കരുണ എന്താണെന്നും മദത് എന്താണെന്നും അതുപോലെ തന്നെ സഹായതയും സഹയോഗം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദെൻ which of the following is used to moderator in the nuclear reactor? Okay, which of the following is used as a moderator in nuclear reactor? ന്യൂക്ലിയർ റിയാക്ടറിലെ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏതാ എന്നാണ് ചോദ്യം. തോറിയം, ഗ്രാഫൈറ്റ്, ഓർഡിനറി വാട്ടർ, റേഡിയം. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓർഡിനറി വാട്ടർ ആണ്. സാധാരണ വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. വാട്ടർ, sometimes called light water in this context, is most commonly used in moderator. Roughly 75% of the world's reactor solid graphite 20% റിയാക്ടറിൽ ഉപയോഗിക്കുന്നു. ആൻഡ് ഹെവി വാട്ടർ 5%. ലോകത്തുള്ള 75% ന്യൂക്ലിയർ റിയാക്ടറുകൾ യൂസ് ചെയ്യുന്നത് ഓർഡിനറി വാട്ടർ ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ജാതിനാശിനി സഭ വാസ് ഫൗണ്ടഡ് ബൈ ആനന്ദ തീർത്ഥൻ. ദെൻ യാചനയാത്ര വാസ് ലെഡ് ബൈ പണ്ഡിറ്റ് കറുപ്പൻ. ഇതിൽ ഓപ്ഷൻ 1 മാത്രമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി 1 ഈസ് കറക്റ്റ്, 2 ഈസ് ഇൻകറക്റ്റ് ആണ്. രണ്ടാമത്തെ ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്വാമി ആനന്ദ തീർത്ഥൻ ബോൺ 2 January 1905 in Talasheri. Name of the father Ramachandra Shernai. Real name Ananda Tirthan, Ananda Shernai എന്നാണ്. He chose the name Ananda Tirthan at Shivagiri 1928. He protested against casteism and he is the part of rally led by A.K. Gopalan during the Guruvayur Satyagraha. Then Swami Ananda Tirthan established Sri Narayana School in Payanur 1931. Is important. Swami Ananda Tirthan founded Jadinashini Sabha in 1933, promoted intercaste marriage. അപ്പോൾ ഇതാണ് സ്വാമി ആനന്ദ തീർത്ഥനും അതുപോലെ തന്നെ ജാതി നാശിനി സഭയുമായിട്ട് ബന്ധപ്പെട്ടത്. 1939 സ്ഥാപിക്കപ്പെട്ട ഒരു അസോസിയേഷനാണ് ജാതിനാശിനി സഭ. ഇറ്റ് പ്രൊമോട്ടഡ് ഇന്റർകാസ്റ്റ് മാരേജ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ യാചനയാത്രയുമായി ബന്ധപ്പെട്ട് യാചനയാത്ര വാസ് ലെഡ് ബൈ VT ഭട്ടതിരിപ്പാട്, നോട്ട് പണ്ഡിറ്റ് കറുപ്പൻ, ഇൻ 1931 ഫ്രം തൃശ്ശൂർ ടു ചന്ദ്രഗിരി റിവർ വിച്ച് ലാസ്റ്റ് 7 days. 7 ദിവസമെടുത്ത് 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയിട്ടുള്ള യാത്രയാണ് യാചനയാത്ര. VT ഭട്ടതിരിപ്പാടാണ് യാത്ര നടത്തിയിട്ടുള്ളത്. എയിം ദിസ് ബെഗിങ് മാർച്ച് വാസ് ടു എനേബിൾ പുവർ ചിൽഡ്രൻ ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. സാധാരണ അല്ലെങ്കിൽ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള യാചനയാത്ര സംഘടിക്കപ്പെട്ടത്. പട്ടിണി ജാഥ വാസ് ലെഡ് ബൈ A.K. Gopalan in July 1936. കണ്ണൂർ ടു ചെന്നൈ ദർ വാസ് 32% ഇൻ ദി മാർച്ച്. അതുപോലെ തന്നെ യാചനയാത്ര കൺഫ്യൂഷൻ വരുന്ന ഒരു ഫാക്റ്റാണ്. പട്ടിണി ജാഥ നടത്തിയത് A.K. Gopalan 1936 ഫ്രം കണ്ണൂർ ടു ചെന്നൈ. ദർ വാസ് 32% ഇൻ ദിസ് മാർച്ച്. Okay, then next. The concept of concurrent list in Indian Constitution was borrowed from Canadian Constitution, Australian Constitution, Japan Constitution, USA എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ കൺസെപ്റ്റ് ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്, അധികാര വിഭജനമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ബോറോഡ് പ്രൊവിഷൻസ് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ദീസ് പ്രൊവിഷൻസ് ആർ ബോറോഡ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ദെൻ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, the parliamentary system of government, then rule of law, legislative procedures, single citizenship, cabinet system, prerogative writs, then parliamentary privilege and bicameralism. These provisions are borrowed from British Constitution. The next is US Constitution. That's mainly fundamental rights is borrowed from US Constitution. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, impeachment of president, removal of Supreme Court and High Court judges and post of vice president. These provisions are borrowed from US Constitution. Then next is Irish Constitution.
പാർട്ട് 4 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുപോലെ തന്നെ നോമിനേഷൻ മെമ്പേഴ്സ് ടു രാജ്യസഭ എടുത്തിട്ടുള്ളതും ഐറിഷിൽ നിന്നാണ്. മെത്തേഡ് ഓഫ് എലക്ഷൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ രീതി കടമെടുത്തിട്ടുള്ളതും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അഞ്ചാമത് നമുക്ക് നോക്കാം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫെഡറലിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് ബോറോ ചെയ്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. Federation with a strong center, vesting residuary power of the center, then appointment of state governor by centers and adversary jurisdiction of the Supreme Court. These are provision taken from Canadian Constitution. Then Australian Constitution നമ്മുടെ ചോദ്യത്തിൽ വന്നതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് Indian House and the joint sitting of 2 House of Parliament is very important provision that taken from Australian Constitution. Then Germany, Weimar Constitution of Germany, suspension of fundamental rights during emergency. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മൗലികാവകാശങ്ങളെ വിലക്കപ്പെടുന്നത് വീമിയർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്ന് എടുത്താണ്. ദെൻ USSR, നൗ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളത് നമ്മുടെ ആർട്ടിക്കിൾ 15 on A and Part 4A Constitution of India, that is fundamental duties and ideal of justice, social, economic and political, and also preamble. These provisions are taken from USSR Constitution or Russian Constitution. French Constitution, Republic, ideals of liberty, equality and fraternity in the preamble ഉള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള പ്രൊവിഷൻ എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ദെൻ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ 10ാമത് ദ പ്രൊസീജിയർ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അമെൻമെൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസും അതുപോലെ തന്നെ എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുള്ള പ്രൊവിഷനും എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ എന്നുള്ള പ്രൊവിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ്. നമ്മുടെ പെട്ടെന്ന് പറഞ്ഞതാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബോറോ ചെയ്യപ്പെട്ട പ്രധാന പ്രൊവിഷൻസ് ആണ്. ഇതിനപ്പുറം ഒന്നും ചോദിക്കാനില്ല, ഇത് നന്നാക്കി മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആന്ത്രോഫോബിയ ഈസ് റിലേറ്റഡ് ഇറ്റ്. ആന്ത്രോഫോബിയ ഈസ് ഫിയർ ഓഫ് പീപ്പിൾ. ആന്ത്രോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പീപ്പിൾ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ആന്ത്രോപോളജി, ഓക്കെ, നരവംശ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ആന്ത്രോപോളജി, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ. ബാക്കിയുള്ള ഫിയർ ഓഫ് ഫയറും ഫിയർ ഓഫ് ഫ്ലവറും ഫിയർ ഓഫ് ഡോഗും. ഫിയർ ഓഫ് ഫ്ലവർ ഈസ് ടേം ആന്തോഫോബിയ, ചെറിയൊരു മാറ്റമുള്ളൂ. ആന്തോഫോബിയ, എ വേർഡ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് ആന്തോസ് ഫ്ലവർ ആൻഡ് ഫോബോസ് ഫിയർ. ഓക്കെ, phyrophobia is the term for fear of fire that is so intense it affect a person functioning daily life. Okay, phyrophobia ആണ്. Then xenophobia is fear of dog. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോബിയാസിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഫോർ ടുഡേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോളജും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ടേൺ ടു ലേണിൻ്റെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.